ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യം ഇന്നും പ്രസക്തമായ ഒരു കാര്യമാണ്. കർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യം, ദുഷ്ടർ അവരുടെ ദുഷ്പ്രവൃത്തി മൂലം നശിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ശിഷ്ടർ അവരുടെ സൽപ്രവർത്തികൾ മൂലം രക്ഷിക്കപ്പെടും. രണ്ടിനും സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഏത് വേണം നമ്മൾ തിരഞ്ഞെടുക്കും പോലെ ഇരിക്കും. വേണമെങ്കിൽ നമുക്ക് ദുഷ്പ്രവർത്തികൾ ചെയ്ത് മുമ്പോട്ട് പോകാം, വേണമെങ്കിൽ നമുക്ക് സൽപ്രവർത്തികൾ ചെയ്ത് മുമ്പോട്ട് പോകാം. രണ്ടിൻ്റെയും അനന്തരഫലം എന്താണെന്നും കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. നമ്മൾ കാണുന്നുണ്ട്, ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ 55-ഉം 59-ഉം വചനങ്ങൾ ഒരുപോലെ അവിടെ സംസാരിക്കുന്ന കാണാൻ പറ്റും. നിന്റെ നുണ നിന്റെ തന്നെ തലക്കിട്ട് തിരിച്ചടിക്കും. ആ ശ്രേഷ്ഠന്മാരുടെ മുഖത്ത് നോക്കി ദാനിയേൽ സൂചിപ്പിച്ചൊരു കാര്യം, നീ പറഞ്ഞത് പച്ചക്കള്ളമാണ്, അത് നിന്റെ തന്നെ തലക്കിട്ട് തിരിച്ചടിക്കും. നമ്മൾ നുണ പറഞ്ഞും കള്ളത്തരം കാണിച്ചുമൊക്കെ ജീവിച്ചാൽ നമുക്ക് പിന്നീട് വരാവുന്ന ഒരു കാര്യം കൃത്യമായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. സുഭാഷിതങ്ങൾ 22:8 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിതയ്ക്കുന്നത് അനീതിയാണെങ്കിൽ കൊയ്യാൻ പോകുന്നത് അനർത്ഥമാണ്. അനീതി വിതയ്ക്കുന്നവർ അനർത്ഥം കൊയ്യേണ്ടി വരും. അങ്ങനെ ഒരു കൊയ്ത്ത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അനീതി പ്രവർത്തിക്കരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. മുറിപ്പെടുത്തുന്നതും സുഖപ്പെടുത്തുന്നതും കർത്താവ് തന്നെ. ജെറമിയയുടെ പുസ്തകം 30-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. 14-ാമത്തെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പറയാണ്, നിന്റെ നിരവധിയായ അകൃത്യങ്ങൾ മൂലം ഞാൻ നിന്നെ മുറിപ്പെടുത്തി. ഏതെങ്കിലും വ്യക്തിയിലൂടെ ആയിരിക്കാം, അല്ലെ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ ആയിരിക്കാം മുറിപ്പെട്ടത്. പക്ഷെ കർത്താവ് പറയാണ്, ഞാനത് അനുവദിച്ചു. എന്താ കാരണം? നിന്റെ നിരവധിയായ അകൃത്യങ്ങൾ. ഞാൻ അവിടെ കർത്താവ് നിർത്തുന്നില്ല. 17-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ജെറമിയ 30:17 പഠിപ്പിക്കുന്നത്, ഞാൻ തന്നെ നിന്നെ സുഖപ്പെടുത്തും. അതിന് നീ എന്ത് ചെയ്യണം? എൻ്റെ പക്കലേക്ക് തിരിയുക. പലരും ചെയ്യുന്നത് മുറിപ്പെടുത്തിയവരുടെ നേരെ തിരിഞ്ഞിരിക്കുക, അവരെ കുറ്റപ്പെടുത്തി അവർക്കെതിരെ പ്രവർത്തിക്കണം, പ്രതികാരം വീട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുക. എങ്ങനെയിരിക്കും? അറിയാലോ, എൻ്റെ കാല് കല്ലെ തട്ടി വേദനിച്ചപ്പോൾ ആ ദേഷ്യത്തിന് ഞാൻ പോയി ആ കല്ലിനോട്ട് ഒരു തൊഴിയും കൂടെ കൊടുത്താൽ എങ്ങനെയിരിക്കും? നമ്മുടെ കാലിന് കൂടുതൽ ഡാമേജ്, കൂടുതൽ പ്രശ്നം ഉണ്ടാകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പ്രതികാരദാഹത്തോടെ നീങ്ങുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നു. അതിന് പകരം കർത്താവ് പറയാണ്, മറ്റുള്ളവർ നിന്നെ മുറിപ്പെടുത്തിയോ, നീ എൻ്റെ പക്കലേക്ക് തിരിയുക, ഞാൻ ആ മുറിവ് സുഖപ്പെടുത്താം, ഞാൻ നിന്നെ വീണ്ടെടുക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. നീ ഹൃദയപൂർവ്വം ക്ഷമിച്ചതിൻ്റെ നിരവധിയായ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് നിനക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. അതാണ് നമുക്ക് യോഗ്യമായൊരു കാര്യം, ലാഭകരമായൊരു കാര്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു വചന സന്ദേശം നമ്മൾ കേൾക്കുകയുണ്ടായി. മത്തായി 16:26 നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് നേടി? നമുക്കറിയാം, ചില സാധനങ്ങളൊക്കെ നമ്മൾ പൂട്ടി വെക്കാറേയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, പണ്ടൊക്കെ ഈ കല്ലുപ്പ് ചാക്കിനകത്ത് കൊണ്ടുവന്നിട്ട് അത് ഈ കടക്കാരൻ തിണ്ണയിലാണ് വെച്ചിരിക്കുന്നത്. അത് പൂട്ടിയൊന്നുമല്ല വെച്ചേക്കുന്നത്. ഉപ്പ് വേണമെന്ന് പറഞ്ഞാൽ കോരിയെടുത്തോളാൻ പറയും, എന്നിട്ട് അതിൻ്റെ പൈസ കൊടുത്താൽ മതി. ഉപ്പ് അങ്ങനെ പൂട്ടാതെ വെച്ചിരിക്കുന്നതിന് കാരണം ഉപ്പിന് അത്രേ വിലയുള്ളൂ. പക്ഷേ വിലപിടിപ്പുള്ള പല കാര്യങ്ങളും ആ കടയിലുണ്ട്, അതൊക്കെ അകത്ത് വെച്ചിട്ട് നല്ലപോലെ പൂട്ടി സൂക്ഷിക്കും. നമുക്കറിയാമല്ലോ, ലോക്കർ എത്ര കാര്യമായിട്ടാണ് അവർ സൂക്ഷിക്കുക. വേണേ അതിന് കാവൽക്കാരൂടെ ഉണ്ട്, കാവൽക്കാർ, സെക്യൂരിറ്റി, അതും വെച്ചിട്ടുണ്ട്. ലോക്കറിനകത്ത് വെച്ചിരിക്കുന്നത് പറമ്പിൽ നമ്മൾ പറിച്ച ചേനയോ അല്ലെങ്കിൽ തെങ്ങയിൽ നിന്ന് നമ്മളിട്ട തേങ്ങയൊന്നുമല്ല. അതിനകത്ത് വെച്ചിരിക്കുന്നത് വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങളാണ്. വേണേ പണം, സ്വർണം, ഡോക്യുമെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അത് അവർ പ്രത്യേകമായിട്ട് അത് പൂട്ടി സൂക്ഷിക്കുന്നു. ഏതാണ്ട് ഇതുപോലെ
നമുക്കൊക്കെ വില തരുന്ന എന്താ? നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ്. അത് 1 കൊരിന്തോസ് 3 അധ്യായം 6 അധ്യായവും ഒരുപാട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ ശരീരം ദൈവം വസിക്കുന്ന ആലയമാണ്. അതുകൊണ്ടാണ് ഈ ശരീരത്തിന് വിലയുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ശരീരത്തോട് ബഹുമാനം കാണിക്കുന്നത് ഡീസൻ്റായിട്ടുള്ള ഒരു ശവസംസ്കാര കർമ്മം നടത്തുന്നത് അതുകൊണ്ടാണ്. ഈ ശരീരത്തിന് വില. ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് വില പകരുക. ഈ ആത്മാവിന് നമ്മൾ വളരെ വളരെ ശ്രദ്ധാപൂർവം കാത്തു സൂക്ഷിക്കണം. നമുക്ക് സ്വർണവും ഡയമണ്ടും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ അറിയാം. വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്കറിയാം. നമ്മൾ വളരെ ശ്രദ്ധിക്കും അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ, അല്ലെങ്കിൽ കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. എന്തുകൊണ്ട് ഈ ശ്രദ്ധ? അതിനേക്കാളെല്ലാം വിലപിടിപ്പുള്ള നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ കാണിക്കുന്നില്ല. നമ്മുടെ ആത്മാവ് അതിന് പോറലേൽക്കുന്നതും നാശം വരുന്നതൊക്കെ എപ്പോഴാണെന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ പാപം ചെയ്യുന്നതിലൂടെ, ദൈവത്തിനെതിരെ നീങ്ങുന്നതിലൂടെ, ഈ ഭൂമിയിൽ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി ആത്മാവിനെ വിസ്മരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് നേടി? നമ്മുടെ കയ്യോ കാലോ വെട്ടിക്കളഞ്ഞാൽ പോലും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ നഷ്ടമല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാ 2 മക്കബായർ 7 അധ്യായം എടുത്താലും ഒരമ്മ മക്കളെ പഠിപ്പിച്ച കാര്യം, മക്കളെ നിങ്ങളുടെ ആത്മാവാണ് പ്രധാനപ്പെട്ടത്, ശരീരമല്ല. അതുകൊണ്ട് ഇവർ അങ്ങേറ്റം പോയാൽ നിങ്ങളെ കൊല്ലും, സാരമില്ല, നമുക്ക് മരണാനന്തരം സ്വർഗത്തിൽ ഒരുമിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ആത്മാവ് പോയാൽ പോയി. നിങ്ങളുടെ ആത്മാവ്, നിങ്ങൾ ഈ ഒരു ശരീരത്തിൻ്റെ കാര്യം ഓർത്ത് വിശ്വാസം ത്യജിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് നഷ്ടമാകും. അപ്പോൾ പിന്നെ നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. ഈ ഒരു ചിന്ത പള്ളിയിലിരിക്കുമ്പോൾ മാത്രം, ധ്യാന സമയത്ത് മാത്രം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ചിന്തയല്ല. എവിടെ പോയാലും, ഭക്ഷണം കഴിക്കുന്ന സമയത്താണേലും, ടൂർ നടത്തുന്ന സമയത്താണേലും, അങ്ങനെ ഏത് കാര്യത്തിന് പോയാലും നമ്മുടെ മനസ്സിൽ ഉയർന്നു നിൽക്കേണ്ട ഒരു ചിന്തയാണ്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നീ എന്ത് നേടി? ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്ത് ത്യാഗമെടുക്കുന്നതും എന്ത് നഷ്ടം സഹിക്കുന്നതും അത് നഷ്ടമല്ല എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.